ഇനി പോകുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. 74.28% ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. സിജു കണ്ണൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സിജു, പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ ഈ കൈരളി വാർത്താ സംഘത്തിന് നേരെ, സിജുവിന് നേരെയും നമ്മുടെ ക്യാമറമാന് നേരെയും ഉണ്ടായ ആക്രമണം അത് കള്ളവോട്ട് റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാഴ്ച. എങ്ങനെയായിരുന്നു ഒരു സമഗ്രമായ ചിത്രം ഇന്നത്തെ ദിവസത്തെ? അസിത, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് UDFന്റെ നേതൃത്വത്തിൽ പല മേഖലകളിലും കള്ളവോട്ടും അതോടൊപ്പം തന്നെ ബൂത്ത് ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ആസൂത്രിതമായ സംഘർഷമുണ്ടാക്കാനുള്ള നീക്കവും നടന്നു. ഇന്ന് പ്രധാനമായും കള്ളവോട്ട് ആരോപണം ഉയർന്നത് LDF പരാതി നൽകിയത് കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെങ്കള ALP സ്കൂളിലുമാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 111, 112, 113, 114, 115 നമ്പർ ബൂത്തുകൾ, ചെങ്കള LP സ്കൂളിലെ 106, 107 നമ്പർ ബൂത്തുകൾ രാവിലെ മുതൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി കള്ളവോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി LDF ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. LDF പാർലമെന്റ് മണ്ഡലം കൺവീനർ KP സതീഷ് ചന്ദ്രനാണ് പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് ഞങ്ങൾ ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്നത്. പോയതിന് ശേഷം ഇവിടെ നമ്മൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു LDFന്റെ ബൂത്ത് ഏജന്റുമാരെ ബൂത്ത് കയ്യേറി തന്നെ അവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു. ഈ സമയത്ത് ദൃശ്യങ്ങൾ പകർത്താൻ ക്യാമറമാൻ ഷൈജു പിലാത്ര ശ്രമിക്കുന്നതിനിടെയാണ് ഞങ്ങൾക്ക് നേരെ മുസ്ലിം ലീഗിന്റെ ആക്രമണം ഉണ്ടായത്. കൈരളി വാർത്താ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. 15ഓളം വരുന്ന ലീഗ് പ്രവർത്തകരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ദൃശ്യങ്ങൾ പകർത്തരുത് എന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ പാസ് ഉൾപ്പെടെയുള്ള അംഗീകൃത മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് സുരക്ഷയൊരുക്കി. പോലീസ് സുരക്ഷയിലാണ് പിന്നീട് നമുക്ക് അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയത്. വലിയൊരു കയ്യേറ്റമാണ് ഇവിടെ ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്. അതേസമയം സംഭവം അറിഞ്ഞ് LDFന്റെ നേതാക്കൾ എത്തിയിരുന്നു. LDF CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി CH കുഞ്ഞമ്പു, INL നേതാവ് അസീസ് കടപ്പുറം, CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ എത്തിയെങ്കിലും ഇവർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. MLAക്ക് നേരെ, ജനപ്രതിനിധിക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും തടഞ്ഞു വെക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പല മേഖലകളിലും സമാനമായ രീതിയിലുള്ള ഇടപെടലാണ് UDF നടത്തിയത്. പയ്യന്നൂർ കാർമേൽ UP സ്കൂളിൽ ആക്രമണം നടത്തി 2 LDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൽ 98 നമ്പർ ബൂത്തിലെത്തി UDF സ്ഥാനാർത്ഥി നേരിട്ട് വരിയിൽ നിൽക്കുന്നവരോട് വോട്ടഭ്യർത്ഥിച്ചു. ഇതിൽ ആ പരാതി നിലവിലെത്തിയിട്ടുണ്ട്. ഏതായാലും LDF നൽകിയ കള്ള വോട്ട് പരാതിയിലും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ നിന്ന് മർദ്ദിച്ച സംഭവത്തിലും ഇപ്പോൾ അന്വേഷണം നടത്തുമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. KUWJയും ഇതിൽ ശക്തമായ പ്രതിഷേധം നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു വോട്ടിംഗ് ശതമാനം പരിശോധിക്കാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ 74.84% നിലവിൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിൽ ശതമാനം കുറയുമ്പോൾ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളിൽ വലിയ ഒരു പോളിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ശരി, സിജു കണ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകിയത്.